ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ പൊരിച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെക്കുക. കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം നല്ല കട്ടി കുറച്ച് അരിഞ്ഞത് ഇതുപോലെ അരിഞ്ഞ സവാള ഒരു 8 എണ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ചിക്കനിലേക്കാണ് 8 സവാള എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഈ ഉള്ളി 2 തവണകളായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബാക്കി സവാള രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം എടുക്കാം. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർക്കാം. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. പരലുപ്പാണ് ഞാനിവിടെ ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് മുന്തിരി കുതിർത്ത് വെക്കാം. മുന്തിരി ഇതുപോലെ തന്നെ വീർത്തിരിക്കാനാണ് കുതിർത്ത് വെക്കുന്നത്. ഞാൻ തലേ ദിവസമേ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ചിക്കൻ. ഫ്രിഡ്ജിൽ ഇങ്ങനെ ചിക്കൻ തയ്യാറാക്കി വെച്ചാൽ അതിൻ്റെ ഉപ്പും അരപ്പും എല്ലാം നല്ലതുപോലെ പിടിക്കും. മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ചേർത്ത് തലേ ദിവസമേ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കനാണിത്. സവാള നല്ലതുപോലെ ഗോൾഡൻ നിറത്തിൽ വരാനാണ് ഞാനിവിടെ 1/2 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഉപ്പും ചേർത്തത്. നല്ല ക്രിസ്പിയായി കിട്ടും ഇങ്ങനെ ചെയ്താൽ. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. എന്താ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ സവാള. ഒരു പാത്രത്തിലേക്ക് അത് ആറാൻ വെക്കണം. ആറി വരുമ്പോഴേ അത് നല്ല രീതിയിലാവും. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് സവാള വറുത്തെടുക്കാം. ഇതുപോലെ നിരത്തി വെക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ ചോറിൻ്റെ വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി അതിലേക്ക് ചേർക്കാം. ബിരിയാണിയുടെ ചോറൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാരങ്ങ നീരോ അല്പം വിനാഗിരിയോ ചേർക്കാം. ഞാനിവിടെ വിനാഗിരിയാണ് ചേർത്തത്. ഇത് ചേർക്കുന്നത് ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനാണ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ ആവശ്യമായ 10 പച്ചമുളക്, 1 പീസ് ഇഞ്ചി, 4-5 വെളുത്തുള്ളി മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ചതച്ചെടുക്കണം. ബാക്കി സവാളയും ഫ്രൈ ചെയ്ത് ഒരു അരിപ്പയിലേക്ക് കോരിയെടുത്തു. അത് കുറച്ച് നേരം ആറാനായിട്ട് വെക്കുക. പഞ്ചസാരയും ഉപ്പും ചേർത്തത് കൊണ്ട് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ കൂടി അടുപ്പിൽ വെച്ച് വേഗം തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ബാക്കിയുള്ള ചിക്കൻ കൂടി ഫ്രൈ ചെയ്യുകയാണ്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പൊരിച്ച കോയിൻ്റെ മണമെന്നൊക്കെ പറയുമല്ലോ. ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു അരിപ്പക്കൊട്ടയിലേക്ക് നമുക്ക് കോരാം. 80% മാത്രമേ റൈസ് വേവാവുള്ളൂ. ഇതുപോലെ ഇരിക്കണം. ചിക്കൻ നല്ലപോലെ തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വരണം. കാരണം സവാള നമ്മൾ ഫ്രൈ ചെയ്താണ് ചേർക്കുന്നത്. അധികം വേവില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്നിച്ച് ചേർക്കുകയാണ്. ഒന്നിച്ച് ആ പാനിലേക്ക് തന്നെ ചേർത്തതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് അതിലേക്ക് ചേർത്ത് പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കാം. ഇളക്കി അടച്ച് വെച്ച് ഉപ്പ് ചേർത്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഞാൻ 4 തക്കാളി അരിഞ്ഞതാണ് അതിലേക്ക് ചേർത്തത്. തക്കാളിയുടെ വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിരിക്കാം. ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇങ്ങനെ ബിരിയാണി വെക്കുന്നതിന് കൂടുതൽ മസാലയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാം കുറേശ്ശെ ചേർത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന മുന്തിരി ആയതിനാൽ അതുപോലെ തന്നെ വീർത്ത് തന്നെ ഇരിക്കും. അങ്ങനെ ഇത് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇനി നമ്മുടെ മസാലയിലേക്ക് ചിക്കനിലേക്ക് മെയിനായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന
നമ്മുടെ സവാളയാണ് ചേർക്കാൻ പോകുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ ചെയ്യാത്തവരുണ്ടെങ്കിൽ. സാധാരണ ബിരിയാണിയൊക്കെ നമ്മൾ വെക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുന്ന ബിരിയാണിക്കാണ് ഒരു പ്രത്യേക ഫ്ലേവർ. ഇനി നമുക്ക് മസാലയിലേക്ക് ഒട്ടും പുളിയില്ലാത്ത 1/2 കപ്പ് തൈരാണ് ചേർക്കേണ്ടത്. അപ്പോൾ തൈര് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് 1.5 സ്പൂൺ ഗരം മസാല ചേർക്കാം. അതിനുശേഷം 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതിനുശേഷം 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. വളരെ കുറച്ച് മസാലയുടെ ആവശ്യമേ ഉള്ളൂ. ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർത്തില്ല. കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെയും എരിവാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ മസാല തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ചോറ് ദമ്മിടാനുള്ള പാത്രത്തിലേക്ക് മസാല തട്ടാം. അങ്ങനെ ഫുള്ള് മസാലയും ചോറ് ദമ്മിടുന്ന പാത്രത്തിലേക്ക് തട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചോറ് ഘട്ടം ഘട്ടങ്ങളായി ചേർക്കാം. കുറേശ്ശെയായി അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയൊക്കെ വറുത്ത് വെച്ച് ചേർക്കാം. പിന്നെ കുറച്ച് മല്ലിയില പുതിനയില ചേർക്കാം. കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ചേർക്കാം. കുറച്ച് നെയ്യ് ചേർക്കാം. ഞാനിവിടെ 6 kg നെയ്യാണ് ചേർത്തത്. ഇനി ബാക്കി അതുപോലെ തന്നെ കുറച്ച് ചോറ് ചേർക്കാം. അങ്ങനെ കുറച്ച് ഫുഡ് കളറാണ് ഞാൻ ചേർത്തത്, ഓപ്ഷണലാണ്. ഒരു ചെറിയ കളർഫുള്ളിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ് ചേർത്തത്. ബാക്കിയുള്ള കിസ്മിസ് അണ്ടിപ്പരിപ്പ് സവാള എല്ലാം ഫ്രൈ ചെയ്ത് ഏറ്റവും മുകളിൽ ചേർത്തതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി അതിൻ്റെ മുകളിൽ തൂവിയതിന് ശേഷം നമുക്ക് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് അത് ആവി പോകാതെ തന്നെ അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ രുചികരമായ പൊരിച്ച കോയിൻ്റെ മണമുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക. താങ്ക് യു.